ക്രിക്കറ്റ് ഫോർ ഓൾ എന്ന ആശയം മുൻനിർത്തിയാണ് ഏരീസ് കൊല്ലം സെയിലേഴ്സ് സൗഹൃദ മത്സരം സംഘടിപ്പിച്ചത്. മൂന്നടി മാത്രം ഉയരമുള്ളവർ. ഡാർഫ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ബൈജു CS, ഇന്റർനാഷണൽ ബാഡ്മിന്റൺ താരം ഗോകുൽ ദാസ് ഉൾപ്പെടെയുള്ള ലിറ്റിൽ പീപ്പിൾ സ്പോർട്സ് ക്ലബിലെ താരങ്ങളുടെ ആവേശകരമായ പ്രകടനം നിലവിലെ ചാമ്പ്യന്മാരെ അമ്പരപ്പിച്ചു. ലിറ്റിൽ പീപ്പിൾ സ്പോർട്സ് ക്ലബിലെ താരങ്ങളെ ഏരീസ് കൊല്ലം സെയിലേഴ്സ് താരങ്ങൾ അഭിനന്ദിച്ചു. ഇത്തരം മത്സരങ്ങൾ താരങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്ന് ലിറ്റിൽ പീപ്പിൾ സ്പോർട്സ് ക്ലബിന്റെ കോച്ച് റാഷിദ് KK പറഞ്ഞു. ക്ലബിന് എല്ലാ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് ഏരീസ് കൊല്ലം ടീം ഉറപ്പു നൽകി. ഇവിടെ കളിച്ച ക്രിക്കറ്റാണ്, പക്ഷെ ഞങ്ങൾ ഫുട്ബോൾ, അത്ലറ്റിക്സ്, ബാഡ്മിന്റൺ, സ്വിമ്മിംഗ് തുടങ്ങിയ എല്ലാ മേഖലയും കഴിവ് തെളിയിച്ചവരാണ് ഈ കൂട്ടത്തിലുള്ളവർ. പലരും ഇന്റർനാഷണൽ പ്ലേയേഴ്സ് ആണ്. പിന്നെ ഒളിമ്പിക്സിലും ജയിലിയ ഒളിമ്പിക്സ് ഒക്കെ കൂട്ടത്തിലുണ്ട്. നമുക്കൊരു സ്പോൺസർ ഇല്ലാത്തൊരു വിഷയമാണ് ഇതുവരെ ഉള്ളത്. ഇപ്പൊ നമുക്ക് കഴിഞ്ഞ അർജന്റീന വെച്ച് നടന്ന ഡ്വാർഫ് വേൾഡ് കപ്പിൽ പൊക്കം കുറഞ്ഞ കളിക്ക് ഞങ്ങൾക്ക് അനുമതി കിട്ടിയതാണ്, പെർമിഷൻ കിട്ടിയതാണ്. പക്ഷെ ഈ ഒരു സ്പോൺസർ ഇല്ലാത്തതുകൊണ്ട് ഫണ്ടിന്റെ ഒക്കെ അഭാവം മൂലം നമുക്കിവിടെ പോകാൻ പറ്റിയില്ല. ഉയരമല്ല, നിശ്ചയദാർഢ്യവും മികവുമാണ് കളിക്കളത്തിൽ വേണ്ടതെന്ന് വിളിച്ചു പറയുകയാണ് ഈ കൂട്ടായ്മ. TS ഹരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. നമുക്ക് TS ഹരികൃഷ്ണനോട് ചോദിക്കാം ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ. ഹരി, അവർ പറഞ്ഞതുപോലെ തന്നെ ഉയരം ഒരു പരിമിതിയല്ല, മറിച്ച് നിശ്ചയദാർഢ്യമാണ് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടതല്ലേ? നമ്മുടെ വാർത്തയിൽ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ ഉയരമല്ല, നിശ്ചയദാർഢ്യമാണ് കളിക്കളത്തിൽ വേണ്ടത് എന്ന ഒരു സന്ദേശം അത് പറയുകയാണ് ആ കൂട്ടായ്മ. അതായത് കേരള ക്രിക്കറ്റ് ലീഗിനെ പറ്റി നമുക്കറിയാം. കേരള ക്രിക്കറ്റ് ലീഗ് കേരളത്തിൽ ക്രിക്കറ്റ് ആരാധകർക്കും കായിക മേഖലയ്ക്കും ഒക്കെ നൽകുന്ന സന്ദേശം എന്താണെന്ന് അറിയാം. അതിൽ തന്നെ 6 ടീമുകളുണ്ട്. ഈ 6 ടീമുകളും ഇതുപോലുള്ള പല പ്രവർത്തനങ്ങളിലും ഏർപ്പെടാറുണ്ട്. ഏരീസ് കൊല്ലം സെയിലേഴ്സ് ഒരു സൗഹൃദ മത്സരം, അതും ഇതുപോലുള്ള പൊക്കമില്ലാത്തവർ, 3 അടി മാത്രമാണ് അവരുടെ പൊക്കം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു ടീം, ആ ക്ലബ്ബ്, റാഷിദ് എന്ന പരിശീലകന്റെ കീഴിൽ ഈ കായിക മേഖലയുമായി ബന്ധപ്പെട്ട് അവർ ഓരോ കളികളിലും ഏർപ്പെടുമ്പോൾ, ഓരോ മത്സരങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ അത് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ആ ടർഫിൽ അവർ കളിക്കുമ്പോൾ നമുക്കറിയാം അവർ 2 ടീമായിട്ട് തിരിഞ്ഞ് കളിക്കുന്നു. അവർക്ക് അവർ ഉപയോഗിക്കുന്ന ബാറ്റൊക്കെ കാണുമ്പം എനിക്ക് എൻ്റെ കുട്ടിക്കാലമൊക്കെയാണ് ഓർമ്മ. അപ്പോൾ ചെറിയ ബാറ്റൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അവരുടെ സൈസിനൊത്ത ബാറ്റൊക്കെ ഉപയോഗിച്ച് അവർ കളിക്കുന്നുണ്ട്. ഇപ്പം കൊല്ലം സെയിലേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ നമ്മുടെ പുതിയ പ്ലെയേഴ്സ് ആയാലും ഷറഫുദ്ദീൻ ആയാലും അഖിൽ MS ആയാലും ഇതുപോലുള്ള പ്ലെയേഴ്സൊക്കെ ടെന്നീസ് ബോളിൽ കളിക്കാൻ വേണ്ടി അവർക്കൊപ്പം കൂടി ഒരുമിച്ച് നിന്ന് കളിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ആര് ജയിക്കുന്നു ആര് തോൽക്കുന്നു എന്നൊന്നില്ല. ഇങ്ങനെ ഒരു മത്സരത്തിൽ ഇതൊരു സൗഹൃദ മത്സരമാണ്. തീർച്ചയായിട്ടും ആര് ജയിക്കുന്നു തോൽക്കുന്നു എന്നുള്ളതല്ല, ഒരു ആവേശം തന്നെയാണ് ഈ കളികൾക്കൊക്കെ വേണ്ടത്.